പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ന്യൂ ഇയർ ആയിരുന്നു. ന്യൂ ഇയർ ദിവസത്തെ കേരളത്തിൽ റൺ ചെയ്യുന്ന സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമ ബബ്ബബ്ബ മൂവിയാണ്. സിനിമയ്ക്ക് ഇന്നലെ കേരളത്തിൽ നിന്നും കളക്ഷൻ നേടാൻ സാധിച്ചത് 18,35,000 രൂപയാണ് സിനിമയ്ക്ക് കളക്ഷനായി വന്നിരിക്കുന്നത്. ഇതോടുകൂടി 15 ദിവസത്തെ ടോട്ടൽ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 25,54,00,000 രൂപയിലേക്ക് സിനിമയുടെ കളക്ഷൻ വന്ന് നിൽക്കുന്നു. സിനിമ ഇപ്പോഴും കേരള തിയേറ്ററുകളിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കളക്ഷനുമായി. സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ 46,26,00,000 രൂപയിലേക്ക് സിനിമയുടെ കളക്ഷൻ വന്ന് നിൽക്കുന്നു. സിനിമ ഇപ്പോഴും തരക്കേടില്ലാത്ത കളക്ഷനുമായി തിയേറ്ററുകളിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 50 കോടി ക്ലബിൽ കയറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അടുത്ത സിനിമ ഹാലെ മൂവിയാണ്. ഷൈൻ നിഗമാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചത്. സിനിമയ്ക്ക് ഇന്നലെ കേരളത്തിൽ നിന്നും കളക്ഷൻ നേടാൻ സാധിച്ചത് 9,40,000 രൂപയാണ് സിനിമയ്ക്ക് ഇന്നലെ ന്യൂ ഇയർ ആയി കളക്ഷൻ വന്നിരിക്കുന്നത്. ഇതോടുകൂടി ടോട്ടൽ 8 ദിവസത്തെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 88 ലക്ഷം രൂപയിലേക്കാണ് സിനിമയുടെ ടോട്ടൽ കേരള കളക്ഷൻ വന്ന് നിൽക്കുന്നത്. ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ 1,55,00,000 രൂപയിലേക്ക് സിനിമയുടെ കളക്ഷൻ വന്ന് നിൽക്കുന്നു. സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും പോസിറ്റീവ് റെസ്പോൺസാണ് നേടിയത് എങ്കിലും സിനിമയുടെ കളക്ഷന്റെ കാര്യത്തിൽ അത് കാണുന്നില്ല. സിനിമ കളക്ഷൻ കുറയുന്ന കാഴ്ചയാണ് കാണുന്നത്. അടുത്ത സിനിമ ഋഷഭ മൂവിയാണ്. സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും നെഗറ്റീവ് റെസ്പോൺസാണ് നേടിയിരിക്കുന്നത്. സിനിമയുടെ കളക്ഷന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. സിനിമയ്ക്ക് ഇന്നലെ ന്യൂ ഇയർ ആയി സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും കളക്ഷൻ നേടാൻ സാധിച്ചത് വെറും 1,75,000 രൂപയാണ് സിനിമയുടെ 8ാം ദിവസത്തെ കേരള കളക്ഷൻ എന്ന് പറയുന്നത്. ഇതോടുകൂടി 8 ദിവസത്തെ ടോട്ടൽ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 86 ലക്ഷം രൂപയിലേക്കാണ് സിനിമയുടെ കളക്ഷൻ വന്ന് നിൽക്കുന്നത്. സിനിമ ഇപ്പോൾ തന്നെ കേരള തിയേറ്ററുകളിൽ നിന്നും വാഷ് ഔട്ട് ആയിരിക്കുകയാണ്. സിനിമയുടെ 8 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് വെറും 2 കോടിയിലേക്കാണ് സിനിമയുടെ കളക്ഷൻ വന്ന് നിൽക്കുന്നത്. അടുത്ത സിനിമ സർവമായ മൂവിയാണ്. സിനിമ കേരളത്തിൽ ഗംഭീര കളക്ഷനുമായി ഇപ്പോഴും മുന്നേറുകയാണ്. ഇന്നലെ ന്യൂ ഇയർ ദിവസം സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും കളക്ഷൻ നേടാൻ സാധിച്ചത് 4,92,00,000 രൂപയാണ് സിനിമയുടെ 8ാം ദിവസത്തെ കേരള കളക്ഷൻ വന്ന് നിൽക്കുന്നത്. ഇതോടുകൂടി 8 ദിവസം കൊണ്ട് സിനിമ കേരളത്തിൽ നിന്നും കളക്ഷൻ നേടിയത് 35,45,00,000 രൂപയിലേക്കാണ് സിനിമയുടെ 8 ദിവസത്തെ കേരള കളക്ഷൻ വന്ന് നിൽക്കുന്നത്. 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ 76 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് നിവിൻ പോളി സിനിമ സർവമായ മൂവി. സിനിമ ഉറപ്പായും 100 കോടി ക്ലബിൽ കയറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അടുത്ത സിനിമ കളങ്കാവൽ മൂവിയാണ്. സിനിമയുടെ 28ാം ദിവസം കേരളത്തിൽ നിന്നും കളക്ഷൻ നേടാൻ സാധിച്ചത് 8,15,000 രൂപയാണ് ഇന്നലെ ന്യൂ ഇയർ ആയി സിനിമയ്ക്ക് നേടാൻ സാധിച്ചത്. ഇതോടുകൂടി 28 ദിവസത്തെ ടോട്ടൽ കേരള കളക്ഷൻ എന്ന് പറയുന്നത് 37,16,00,000 രൂപയിലേക്ക് സിനിമയുടെ കളക്ഷൻ വന്ന് നിൽക്കുന്നു. സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ 85,42,00,000 രൂപയിലേക്കാണ് മെഗാസ്റ്റാർ സിനിമ കളക്ഷൻ വന്ന് നിൽക്കുന്നത്. ഗംഭീര കളക്ഷൻ തന്നെയാണ് മെഗാസ്റ്റാർ സിനിമയ്ക്ക് നേടാൻ സാധിച്ചത്. സിനിമ 100 കോടി കിട്ടില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും നന്ദി, നമസ്കാരം.